എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നാശനഷ്ടം. നിർമ്മാണം പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡ് മരം വീണ് തകർന്നു. തെന്മരയിൽ നിന്നും ഹരിപ്പാടിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കും മരം വീണു. ആളപായമില്ല. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിലായിരുന്നു സംഭവം. എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗത്തു നിന്ന മരമാണ് ദേശീയപാതയിലേക്ക് ഒടിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കാത്ത് കഴിയുന്ന വെയിറ്റിംഗ് ഷെഡിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. നമുക്ക് ഈ മരങ്ങളെല്ലാം നമുക്ക് ഭയങ്കര ഭയകരമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ മരം തന്നെ ആ ചുവന്ന പൂ പിടിച്ചിരിക്കുന്ന മരം സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ഇലക്ട്രിസിറ്റിക്കാർ വന്ന് ഫോട്ടോ എടുത്ത് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പൊട്ടി നിലത്ത് വീണു. അടുത്ത മരവും കൂടെ ചേർന്ന് പൊട്ടി നിലത്തേക്ക് വീണു. അവിടെ ഒരു ടൂറിസ്റ്റ് വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലേക്കാണ് മറിഞ്ഞത്. ലൈനും നമ്മുടെ വെയിറ്റിംഗ് ഷെഡും ഉള്ളത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അതിൽ തട്ടി നിന്നതുകൊണ്ടാണ് വണ്ടിയുടെ മേളിൽ നിന്ന ആളുകളെല്ലാം നമ്മൾ സുരക്ഷിതമായി ഇറക്കി സൈഡിലേക്ക് മാറ്റിയത്. ഭയങ്കര പേടിയാ. ഇപ്പൊ തന്നെ ഈ വലിയ മരം ഈ പുളിവാഹ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഭയമായിട്ട് നിൽക്കുക. നമുക്കത് മുറിച്ച് മാറ്റണമെന്ന് നമ്മള് പലവട്ടവും ആവശ്യപ്പെട്ടിട്ടുള്ളതാ. അപ്പം അത് എത്രയും പെട്ടെന്ന് അത് ഈ അപകടകരമായിട്ടുള്ള ഭാഗങ്ങളെങ്കിലും മുറിച്ച് മാറ്റി തരണം. ഇതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനത്തിന് മുകളിലേക്കും മരം വീണു. തെന്മല ഭാഗത്തു നിന്നും ഹരിപ്പാട്ടേക്ക് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കാണ് മരം വീണത്. 17 യാത്രക്കാരുൾപ്പെടെ 18 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ആരും ഇറങ്ങി ഓടരുതെന്ന് ഡ്രൈവർ പറഞ്ഞതിനെ തുടർന്നാണ് യാത്രക്കാർ വാഹനത്തിനകത്തു തന്നെ ഇരുന്നതിനാൽ അപകടം ഒഴിവായി. നമ്മള് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് വരികയായിരുന്നു. 10-17 പേരേ ഉള്ളു. ഇവിടെ എത്തിയപ്പോ ഈ ലൈൻ കമ്പിയിട്ട് ഷോർട്ട് ആവുന്ന സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ പെതുക്കി ഒന്ന് ചവിട്ടി കൊടുത്തതിന് ഈ മരം ചില്ല ഇനി പൊടിഞ്ഞു വീഴുമായിരുന്നു. ഒറ്റ അടിക്ക് ഇനി വീഴുമായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് ഈ വീണത് പിന്നെ ഞാൻ കാണുന്നത്. നമ്മുടെ ചില്ലയെല്ലാം പെട്ടെന്ന് തന്നെയല്ലേ. ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് ഇവിടെ ആയിരുന്നു. ലൈനൊക്കെ ഷോർട്ട് ആവുന്ന ഞാൻ തന്നെ ആളെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. അതെ, മെയിൻ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആ സൈഡ് ഞങ്ങളെ ഹരിപ്പാടിന്ന് തെന്മല വന്നിട്ട് കൊല്ലത്തോട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാനും ഉണ്ടായിരുന്നു. ടൂറായിരുന്നു. രാവിലെ പോയിട്ട് തിരിച്ച് കൊല്ലത്തെ ആളെ ഇറക്കിയിട്ട് ഞങ്ങൾ ഹരിപ്പാട് തിരിച്ചു പോകാം. 19 സീറ്റുണ്ട്. അത് തന്നെ ആൾക്കാർക്കാർക്കും പരിക്കില്ലാത്ത തന്നെ വലിയ വണ്ടി നമുക്ക് എങ്ങനെയും നിർത്തിയെടുക്കാം. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ചീരങ്കാവ് ജംഗ്ഷനിൽ നിന്നും പോലീസ് എത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ടു. കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ.